നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ആണ്ടിൽ ഉത്രം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷങ്ങൾ ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2025 ഗുണദോഷ സമ്മിശ്രം ആയിരിക്കും. ജനുവരി മാസം പൊതുവെ സമ്മിശ്ര അനുഭവങ്ങളുടെ കാലം തന്നെയാണ്. എങ്കിലും പുതിയ വീട് വെക്കുന്നതിനോ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുന്നതിനോ ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ പ്രമോഷൻ, അതുപോലെ മുടങ്ങിയ അലവൻസുകളുടെ ലഭ്യത ഒക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ ജോലി സ്ഥലത്തും അനുകൂലമായ സമയമാണ്. എങ്കിലും ചില ആരോപണങ്ങളൊക്കെ ജോലി സ്ഥലത്ത് ഉണ്ടായേക്കാം. നമ്മുടെ സ്വന്തം തട്ടകത്തിൽ നിന്നും പ്രതികൂല അവസ്ഥകളൊക്കെ അഭിമുഖീകരിക്കേണ്ടതായ ചില അവസരങ്ങളൊക്കെ ജനുവരി മാസത്തിൽ ഉണ്ടായേക്കാം. ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യ ഭാഗം കൊണ്ട് ചില മനക്ലേശങ്ങളൊക്കെ അനുഭവിക്കാമെങ്കിലും അതിൻ്റെ പകുതിക്ക് ശേഷം ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ വയറ് സംബന്ധമായ എന്തെങ്കിലും ചെറിയ രോഗങ്ങളൊക്കെ ഈ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുന്നതാണ്. അർശസ് പോലുള്ള രോഗങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ തൊഴിൽ രംഗത്ത് വളർച്ചയും സാമ്പത്തിക ഭദ്രതയും ഒക്കെ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുന്നതാണ്. മാർച്ച് മാസം ഗുണകരമായ മാസം തന്നെയായിരിക്കും. വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ജോലിയിലൊക്കെ ഉന്നതി ഉണ്ടാകുന്നതാണ്. പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് തേടി വരുന്നതാണ്. എന്നാൽ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ചില പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ ഉണ്ടായേക്കാം. അതായത് പങ്കാളിയെ സംശയിക്കുന്നത് മൂലം ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ പിതൃതുല്യരായവരുടെ ദുഃഖങ്ങളൊക്കെ ഈ മാർച്ച് മാസത്തിൽ ഉണ്ടായേക്കാം. ഏപ്രിൽ മാസം ചെറിയ ശാരീരിക വിഷമതകൾക്കൊക്കെ സാധ്യതയുണ്ട്. വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാഹനയാത്രകളൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ അഗ്നി, ആയുധം, ഇലക്ട്രിസിറ്റി ഇത് പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരും ആ ജോലി സ്ഥലത്തൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഏപ്രിൽ മാസം മുന്നോട്ട് നീക്കേണ്ടതാണ്. മെയ് മാസം ഗുണകരമായ മാസമാണ്. അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണകരമായ സമയമാണ് മെയ് മാസം. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതാണ്. കുടുംബജീവിതവും വളരെ ഗുണകരമായി മുന്നോട്ട് പോകുന്നതാണ്. പങ്കാളിയുടെയൊക്കെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനും അവർക്ക് പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ അലങ്കാര വസ്തുക്കളോ ഒക്കെ വാങ്ങി നൽകാനും ഒക്കെ സാധിക്കുന്നതാണ് മെയ് മാസത്തിൽ. സാമ്പത്തിക നിലയും ഗുണകരമായ തന്നെ തുടരുന്നതാണ് മെയ് മാസത്തിൽ. ജൂൺ മാസം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠന വിഷയത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. അതുപോലെ അവർക്ക് പുതിയ കോഴ്സുകളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ കോഴ്സുകൾക്കൊക്കെ ചേരാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികളുടെ പുതിയ ആശയങ്ങൾക്കൊക്കെ അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ സർക്കാർ സംബന്ധമായി എന്തെങ്കിലും സഹായമൊക്കെ വിദ്യാഭ്യാസ കാര്യത്തിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ പുതിയ ജോലിക്കുള്ള അവസരങ്ങളൊക്കെ ധാരാളം വന്നു ചേരുന്നതാണ്. അതുപോലെ ഈ അധ്യാപക വൃത്തിക്കൊക്കെ ജോലിയിൽ പ്രവേശിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് PSC മുഖാന്തരം നിയമനം ഒക്കെ ലഭിക്കുന്നതാണ്. പുതിയതായി വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ അവർക്ക് വിവാഹാലോചനകളൊക്കെ ധാരാളം വന്നു ചേരുന്നതാണ്. അതുപോലെ പല ഉന്നത വ്യക്തികളുമായുള്ള ബന്ധങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നതുമാണ്. ജൂലൈ മാസം അധ്യാപകർക്ക് ഗുണകരമായ മാസം തന്നെയാണ്. വിദ്യാർത്ഥികൾക്കും അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എഴുത്ത് പരീക്ഷ ഒക്കെ അഭിമുഖീകരിക്കുന്നവരാണെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ഒരു വിജയപ്രതീക്ഷയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ പ്രണയ സാഫല്യം, മംഗല്യ ഭാഗ്യം ഒക്കെ കൈവരാം. അതായത് വളരെ കാലമായി വിവാഹമൊക്കെ നടക്കാതെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ല ആലോചനകൾ വന്നു ചേരുന്നതും ആ വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യതയും ജൂലൈ മാസത്തിൽ കാണുന്നുണ്ട്. ആഗസ്റ്റ് മാസം താൽക്കാലികമായി എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ആ ജോലി സ്ഥിരത ലഭിക്കുന്നതാണ്. അതുപോലെ PSC വഴിയൊക്കെ നിയമനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ആ നിയമനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായമൊക്കെ ലഭിക്കാൻ ഉള്ളവരാണെങ്കിൽ അവർക്കും ഈ ധനസഹായമൊക്കെ ആഗസ്റ്റ് മാസം ലഭിക്കുന്നതാണ്.
ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം, അതുപോലെ അവരുദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് സ്ഥലം മാറ്റം ഒക്കെ ഈ ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുന്നതാണ്. സെപ്റ്റംബർ മാസവും ഏകദേശം ഗുണാനുഭവങ്ങളാൽ നീങ്ങുന്നതാണ്. അതായത് പുതിയ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ജോലിക്കുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. അതുപോലെ പൂർവികമായി എന്തെങ്കിലും സ്വത്തുക്കളൊക്കെ ലഭിക്കാൻ ഉള്ളവരാണെങ്കിൽ ആ സ്വത്തുക്കളൊക്കെ ലഭിക്കുന്നതും അതിനുള്ള അനുകൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുമാണ്. അതുപോലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകർക്കും കൃഷിഭൂമിയിൽ വളരെ ആദായകരമായി കൃഷി ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. കഠിനാധ്വാനം മൂലം വളരെയധികം ഗുണം ലഭിക്കുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. ജീവിത സാഹചര്യമൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായി ഉയർച്ച ഒക്കെ ഈ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. ഒക്ടോബറിൻ്റെ ആദ്യ ഭാഗത്ത് ചില ക്ലേശങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. അതുപോലെ ആദ്യ ഭാഗത്ത് അല്പം ചിലവുകളും കൂടുന്നതാണ്. എന്നാൽ ആദ്യ ഭാഗം കഴിയുന്നതിന് ശേഷം ഈ പ്രയാസങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറുന്നതാണ്. സാമ്പത്തികമായ ഗുണഫലങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ആ പഠന വിഷയത്തിൽ മികവ് തെളിയിക്കാനും അതുപോലെ അവർ ആഗ്രഹിച്ചിരിക്കുന്ന കോഴ്സുകളിലൊക്കെ പ്രവേശനം ലഭിക്കുന്നതുമാണ്. അതുപോലെ ഈ നിയമപരമായ എന്തെങ്കിലും കാര്യത്തിൽ നീങ്ങുന്നവരാണെങ്കിൽ അത് അല്പം ശ്രദ്ധിക്കണം. നിയമപരമായ എന്തെങ്കിലും വീഴ്ചകളൊക്കെ ഉണ്ടായേക്കാം. അതായത് കോടതി ഈ കേസുകളെ പോലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ അല്പം കൂടുതൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്ന് അർത്ഥം. നവംബർ മാസത്തിൽ ആരോഗ്യപരമായി എന്തെങ്കിലും ചെറിയ അസ്വസ്ഥതകളെ, അതുപോലെ ജോലി സ്ഥലത്ത് അല്പം ഉന്മേഷക്കുറവ് ഒക്കെ ഈ നവംബർ മാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഉണ്ടാകും. അതുപോലെ വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ വിദേശ യാത്രയിലൊക്കെ എന്തെങ്കിലും ചെറിയ നിയമ തടസ്സങ്ങളെ ഒക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് വിദേശ യാത്രയുടെ പേപ്പറുകളൊക്കെ ശരിയാക്കുമ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ അധികം അങ്ങനെ അലട്ടില്ല. എന്നാൽ വിവാഹം പുതുതായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വിവാഹത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അതുപോലെ എതിർ ലിംഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്നും സഹായം നേടാൻ സാധിക്കുന്നതാണ്. സ്വർണം പോലുള്ള പണയ വസ്തുക്കളൊക്കെ പണയം വെച്ചിട്ടുള്ളവരാണെങ്കിൽ അതിലെന്തെങ്കിലും നിയമ നടപടികൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് നവംബർ മാസത്തിൽ. ഡിസംബർ മാസത്തിൽ പുതിയ സ്ഥലം മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അതുപോലെ പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. എങ്കിലും ഈ പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിലല്പം തർക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം. വാഹനങ്ങൾക്കൊക്കെ അല്പം അറ്റകുറ്റപ്പണികളൊക്കെ നടത്തേണ്ടതായി വരും. അതുപോലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അല്പം ശ്രദ്ധിക്കണം. വളർത്തു മൃഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ ബന്ധുക്കളിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ദോഷ അനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതാണ് നിങ്ങളുടെ 2025 ഗുണദോഷ ഫലങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.